പൂണ്ട് വിളയാടി അനീഷ്, പ്ലാച്ചി എടുത്ത് വലിച്ചെറിഞ്ഞ് ഷിയാസ് കരീം. സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി ഇതുണ്ടായി. കുറെ അളിഞ്ഞ ടാസ്കും ഗെയിമും അടിപിടി കൂടുന്ന ഈ കുറെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ചില ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ എന്നും പറഞ്ഞ് അവിടെ വൃത്തിയൊക്കെ കുറവാണ്, എന്നാൽ പോലും എല്ലാവരും നല്ല രീതിയിലൊക്കെ അതിനകത്തിന് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചിലർക്കൊന്നും അതിനകത്തില്ല, ചിലരുടെ പ്രവർത്തനങ്ങളൊന്നും പിന്നെ ഈ ശോഭാ വിശ്വനാഥനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരെ എല്ലാ കാര്യങ്ങളും, കുളിക്കാത്ത ലക്ഷ്മിയെ കുളിപ്പിക്കുന്നു, വീണ്ടും പോയി കുളിക്കാൻ പറയുന്നു, ബാത്റൂം ക്ലീനിങ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ എല്ലാത്തിനും ഇരുത്തി നിർത്തിയും പൊരിപ്പിക്കുകയാണ് ബിഗ് ബോസിൽ. ഇവര് ശരിക്കും ഒരു പ്ലാൻഡ് പരിപാടിയാണ്. ഈ പ്ലാച്ച എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് സ്റ്റാർ മാജിക്കിലൊക്കെ ഷിയാസ് കരീമും അനുമോളും ഒക്കെ തമ്മിലുള്ള പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് അനുമോള് വെച്ചാണ്ട് ഫേവറായിട്ടൊക്കെ ചെയ്യാൻ പോവാണ്. പ്ലാച്ചി എന്ത് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു. പ്ലാച്ചിയെ എടുത്തു കാണിച്ചു കൊടുത്തു. പ്ലാച്ചിയെ എടുത്തുകൊണ്ട് ഒരു പോക്ക് അങ്ങോട്ട് പോയി. എന്തെടുക്കാൻ പോകുന്ന വെളിയിലോട്ട് എന്നിട്ട് വലിച്ച് ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് അറ്റയാണ്. ഈ പ്ലാച്ചി വെച്ച് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത്. ബിഗ് ബോസിന് മനസ്സിലായി അത് പൊളിക്കാൻ ചെയ്ത ഒരു പരിപാടിയാണ്. ഷിയാസ് കരീമിന്റെ സെൽഫ് ഡിസിഷൻ ഒന്നുമല്ല ഇത്. ബിഗ് ബോസിന്റെ ഇവരെ നന്നാക്കണം അല്ലെങ്കിൽ വലിച്ച് വെളിയിൽ കളയാനുള്ള ഒരു തീരുമാനമാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ അലറി വിളിച്ച് കരച്ചിലും കൂവലും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ശോഭാ വിശ്വനാഥ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ്, പ്ലാച്ചിയായിട്ട് ഇരുന്ന് ടൈം പാസ് ചെയ്യാനല്ല. പ്ലാച്ചിയെ വെച്ച് നിന്റെ ഗെയിമിന്റെ ശ്രദ്ധ പ്ലാച്ചിയിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കൊടുക്കുക എന്നുള്ള ഒരു ഗുണപാഠമാണ് അവിടെ വെളിവാകുന്നത്. ഇതിനകത്ത് കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ ഓരോരുത്തരെയും, അതുപോലെ ആര്യനെ സാരിത്തുമ്പെ പിടിപ്പിക്കുന്നു. ആ വണ്ടനൊന്നും മനസ്സിലായിട്ടില്ല തോന്നുന്നു. എപ്പോഴും മാം സംശയം ചോദിച്ചു കിടക്കുക. അവനെല്ലാം സംശയമാണ്. അവന് ഈ ഇതിന്റെ തൊലിവെളുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അവന് കാര്യങ്ങളൊന്നും ചിലതൊന്നും മനസ്സിലാകുന്നില്ല. ആരുടെ സാരിത്തുമ്പ പിടിച്ചാൽ നടക്കുന്ന അതിനകത്ത് അറിയാമല്ലോ. ഇതിനൊക്കെ ഉള്ള ഒരു മധുര പ്രതികാരമാണ് ഇവര് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷേട്ടനെ അങ്ങ് ഒരുക്കി ഒരു പെണ്ണായിട്ട്. അനീഷ് ഇന്ന് പൂണ്ട് വിളയാടിയുടെ ദിവസമാണെന്ന് പറഞ്ഞു. അനീഷിന് ഇന്നത്തെ ഹൈലൈറ്റ് ഒരുപക്ഷെ അനീഷായി പോവും, എല്ലാം ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാലും. കാര്യം അനീഷിനെ ബിഗ് ബോസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവരെ വിട്ടിട്ടുള്ളത്. അതുപോലെ പലരെയും പൊളിക്കാനുമുള്ള ശ്രമമുണ്ട്. അതിന്റെ തെളിവാണെന്ന്. അനീഷിന് കുറച്ച് ബൂസ്റ്റപ്പ് ആണ് ഇതിനതിൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ പെണ്ണായിട്ട് വേഷം കെട്ടിയിട്ട് ഇവര് പിന്നെ ശോഭ വിശ്വനാഥമായിട്ടൊരു ഡാൻസ് കളിക്കുന്നു. അക്ബർ അന്നേരം നഗമോ അങ്ങോട്ട് പാടി ആഭേരി രാഗത്തിലുള്ള, അവനൊരു സിംഗറാണ്, ശരിക്കും ഒരു നല്ലൊരു എന്റർടൈനറാണ്. അത് ഇപ്പോൾ അത് പ്രമോ വന്നപ്പോഴും ഏഷ്യാനെറ്റ് ഒറിജിനൽ വെർഷന്റെ കുറെ ടൂൾസ് ഒക്കെ കൂടെ നഗമോയുടെ മിക്സ് ചെയ്തിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു രസമുള്ള ദിവസമായിരുന്നു. ഈ ഉറങ്ങി വഴക്കടിക്കുന്നതിനെ ഇന്ന് ആരും വഴക്കൊന്നുമില്ല. ബിന്നിയുടെ ഒരു വരുന്ന സമയത്ത് ചെരുപ്പെടുത്ത് കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് ഇതില് പേരില് ബിന്നിക്ക് ജനറൽ മാനേജർ ലക്ഷ്മി എല്ലാവർക്കും കോയിൻ കൊടുക്കുന്നുണ്ട്. കോയിൻ കൊടുക്കുമ്പോൾ ലക്ഷ്മിക്ക് കൊടുത്തില്ല, ആര്യനെ കൊടുത്തത് എന്തോ ഇത് ബിഗ് ബോസ് വിളിച്ച് തിരിച്ച് എണിപ്പിച്ചു. അത് അക്ബറിന് കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും ശരി, ടാർഗറ്റ് ചെയ്താണ് ഇവര് വന്നിട്ടുള്ളത്. ഷിയാസ് കരീമും ലക്ഷ്മിയും വളരെ പ്ലാൻഡ് എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആണ് ഇവർ ഇന്ന് ചെയ്തിട്ടുള്ളതെന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്തായാലും ശരി, ബിഗ് ബോസ് ഹൗസില് ഇതുവരെയുള്ള 42 ദിവസം കഴിഞ്ഞ് 44 ഉണ്ടായെന്ന് തോന്നുന്നു, 43, 44. എന്തായാലും ശരി, ഒരു ചേഞ്ച് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള ടാസ്കും ഗെയിമും സർക്കസ് കൂടാരും നൂതില ചെരുപ്പും ഒക്കെ കാച്ചിപ്പറത്തിക്കൊണ്ട് ഇതുപോലുള്ള ആരെങ്കിലും ഒക്കെ ഗസ്റ്റുകളെ കൂടെ അതിൽ വൈൽഡ് കാർഡൊന്നും വന്നിട്ട് ഒരു രക്ഷയില്ല. വൈൽഡ് കാർഡ് വന്നതിൽ വേസ്റ്റ് ആയി പോയെന്നുള്ള. ലക്ഷ്മിയൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ജിഷിനൊക്കെ. ജിഷിന് അല്പസ്വല്പം കളിക്കുന്നുണ്ട്, പക്ഷെ ലക്ഷ്മി സ്വഭാവം കൊണ്ട് പോയി. ലക്ഷ്മിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് ജനം വെറുത്ത് വോട്ടിങ്ങിലൊന്നും കയറും തോന്നുന്നില്ല.
കാര്യം അവരുടെ ആ വിഷയത്തില് ഒനീലിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു റെനയായിട്ടുള്ള വിഷയത്തില് അങ്ങനെയൊക്കെയുള്ളൊരു വിഷയത്തില് ഭയങ്കരമായിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചു ഒരു ആളാണ് ലക്ഷ്മി. അപ്പം അതുപോലെ തന്നെ ഇത് പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ കട്ടിലേക്കിടെ ഇതിനകത്തെ ഇങ്ങനെയുള്ള കുറെ ഞൊട്ടിലൊടുക്ക പരിപാടിയിൽ വെച്ച് മറ്റുള്ളവര് ദേഷ്യപ്പെട്ട് അലറി വിളിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് മുതൽ മാറി എന്ന് വേണം പറയാൻ. 5 സ്റ്റാർ ഹോട്ടലിലെ സെർവിങ് അവിടെ വൃത്തിയില്ല. അതുപോലെ തന്നെ ഇവരുടെ സെർവ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ഒരു ഡീസൻസി അല്ല. അതില് ജിസയില് AK-47 പിടിച്ച് നടക്കുന്നു. പിന്നെ മാമിന്റെ പുറകെ അസിസ്റ്റന്മാരെ ഒരു മോള് കൈതടവിക്കെടുക്കുന്നു. അങ്ങനെ ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അത്ര അങ്ങോട്ട് അല്ലെ കൊടുക്കുന്ന പൊസിഷൻ എടുത്ത് അല്ലെങ്കിൽ പെരുമാറിയായിട്ടൊന്നും അല്ല നിർത്തേക്കാൻ. അപ്പം ഇതിനകത്തിന് എനിക്കിന്ന് രസമായിട്ട് തോന്നിയ ഫ്ലാറ്റി എടുത്ത് വലിച്ചെറിഞ്ഞതാണ്. ഇത് അനുമോടെ പകുതി ഈഗോ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അത് ഏകദേശം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിന്റെ നഗമോ ഡാൻസ് പക്ഷെ അക്ബർ പാടിയതാണ്. അവസരത്തിനടുത്ത് അവന്റെ ഒരു കലാബോധം ഉണർന്നതാണ് പിന്നെ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഹൈലൈറ്റ്സിലും അവന്റെ പാട്ടിനൊപ്പം നഗമോടെ BGM കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല സ്റ്റൈലായിട്ടുണ്ട്, നല്ല റീച്ച് പോകുന്നുണ്ട് ഏഷ്യാനെറ്റില്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു അപ്ഡേറ്റിൽ കാണും. നന്ദി, നമസ്കാരം.